ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം പാകിയിരുന്ന പെറ്റൂണിയ സീഡിൻ്റെ തുടർന്നുള്ള അപ്ഡേഷനൊക്കെ ഞാൻ അറിയിക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് നമ്മളൊരു പാർട്ടായിട്ട് ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത് മുളച്ചോ ഇല്ലയോ എന്ന് നിങ്ങൾക്കൊന്നും അറിയണ്ടേ. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പാകിയിരുന്ന സീഡിൻ്റെ പോട്ട് ഇതാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഈ ഒരു ഷീറ്റിൻ്റെ ഉള്ളിൽ നന്നായിട്ട് തന്നെ ഈർപ്പം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിനി നമുക്കിതൊന്ന് ഓപ്പണാക്കി നോക്കാം. നമ്മൾ കവറെല്ലാം ഓപ്പണാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം മുളച്ചോ ഇല്ലയോ എന്നുള്ളത്. കണ്ടോ, കാണുന്നുണ്ടോ? അപ്പം ഓരോ തൈകളായിട്ട് പതുക്കെ മുളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതൊരെണ്ണം, പിന്നെ ഇതൊരെണ്ണം, പിന്നെ ഇവിടെ ചെറുതായിട്ട് മുളച്ച് തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഒന്ന് രണ്ടെണ്ണമൊക്കെ ഇതെല്ലാം മുളച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ചില സീഡിൽ നിന്നും ചെറുതായിട്ട് മുള വന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു 5-6 ദിവസത്തിനുള്ളിലാണ് ഇതെല്ലാം മുളച്ച് വരുന്നത് കേട്ടോ. അപ്പം ഇതിനകത്ത് ഇപ്പം നമ്മൾ പാകിയിരിക്കുന്ന വിധവും കാര്യങ്ങളും ഒക്കെ കറക്റ്റ് രീതിയിൽ തന്നെയാണ്. അതുകൊണ്ടാണ് സീഡുകൾ മുളച്ച് വന്നത്. പിന്നെ നല്ല ജെർമിനേഷനുള്ള സീഡുമായിരുന്നു. കണ്ടോ, ഇതിപ്പോൾ നോക്കി അറിയാം, ഇതുണ്ടോ, സീഡിൽ നിന്നും പതുക്കെ മുളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഒരു 4-5 ദിവസം കഴിയുമ്പോഴാണ് കറക്റ്റായിട്ട് ഈ സീഡുകളെല്ലാം തന്നെ മുളച്ച് വരുന്നത് കേട്ടോ. ഇപ്പോൾ ഇത് 4ാമത്തെ ദിവസത്തെ അപ്ഡേഷനാണ്. ഇതുപോലെ തന്നെ അടുത്ത ദിവസത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇത് പറിച്ച് മാറ്റി നടുന്നത് വരെ നമ്മൾ പാർട്ട് ആയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മിസ് ചെയ്യാതെ കാണുക. അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ ഒരു പെറ്റൂണിയ എങ്ങനെ നമുക്ക് വളർത്തിയെടുക്കാം എന്നുള്ള നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇത് ഞാൻ രാവിലെ നനച്ച് കൊടുത്തതാണ്. അതുകൊണ്ട് ഇന്നിപ്പോൾ നനയ്ക്കേണ്ടതില്ല. നമ്മൾ ഈ കവറൊന്ന് വീണ്ടും ഇതിലേക്ക് മൂടി കൊടുക്കുക. കാരണം ഇത് മുളച്ച് പൊന്തി ഒരു പച്ച കളർ ലീഫ് വരുന്നത് വരെ നമ്മൾ ഈ സീഡിൻ്റെ പോട്ട് കറക്റ്റായിട്ട് ഈ ഒരു ഷീറ്റ് കൊണ്ട് നമ്മൾ മൂടി വെക്കേണ്ടതാണ്. ഇത് നന്നായിട്ടൊരു പച്ച കളർ പോലെ ഇതിൻ്റെ ഇലകൾ വന്നതിന് ശേഷം മാത്രം ഇത് മൂടിക്കൊടുക്കുക. കാരണം ഇനിയും കുറേ സീഡുകൾ മുളയ്ക്കാനുണ്ട്. അതുകൊണ്ട് ഇത് കണ്ടോ, ഇതിപ്പം ഇതൊക്കെ പതുക്കെ സീഡിൽ നിന്നും അതിൻ്റെ ഉള്ളിലെ ഗ്രോത്ത് വരുന്നതാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഹ്യൂമിഡിറ്റി ഇനിയും ഇതിനാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു കവറ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. എങ്കിൽ മാത്രമാണിത് നന്നായിട്ട് തന്നെ വീണ്ടും ബാക്കിയുള്ള വിത്തുകൾ മുളയ്ക്കുള്ളൂ. ഇത് കണ്ടോ, ഇതിപ്പം കണ്ടോ, ഇതാണ് ആ സീഡ്, ബ്രൗൺ കളറിലെ ആ സീഡ് കോട്ടിങ് അലുത്ത് പോയിട്ട് സീഡ് കിടക്കണതായിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ? ഇതാണ് ആ സീഡ് കേട്ടോ. അപ്പോൾ ഈ സീഡുകളൊക്കെ ഇങ്ങനെ വന്നിട്ടാണ് പുറത്തേക്ക് വന്ന് നിൽക്കുവാണ്. അപ്പോൾ അതിനകത്തൊരു ചെറിയ വെള്ള കളറിലെ പൊട്ട് പോലെ നിങ്ങൾ കാണുന്നുണ്ടോ? അത് അതിൻ്റെ മുള വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ പെറ്റൂണിയയുടെ വിശേഷങ്ങൾ. അടുത്ത ദിവസം ഇതിൻ്റെ അടുത്ത അപ്ഡേഷൻ നിങ്ങളെ കാണിക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസം ഇതിൻ്റെ പുതിയ അപ്ഡേഷനൊക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ പെറ്റൂണിയയുടെ വിശേഷങ്ങളുമായിട്ട് അടുത്ത ദിവസം തന്നെ കാണാം. അതുവരെ ബായ്.